അതിനെ ഉടച്ച് ഒരു ഹാൻഡ് കർച്ചീഫിൽ ആ വീട്ടിലെ മാതാവ് കെട്ടിപ്പൊതിഞ്ഞ ശേഷം എങ്ങാണ്ട് ഒളിച്ചു വയ്ക്കുന്നു. ആ വീട്ടിലെ കുഞ്ഞ് ഭക്ഷണത്തിന് ശേഷം എവിടെയാണോ അമ്മ ഒളിച്ചു വെച്ചത് അത് പോയി കണ്ടെത്തുന്നു. ഏത് കുട്ടിയാണോ ആ തകർക്കപ്പെട്ട ആ അപ്പത്തെ കണ്ടെത്തുന്നത്, ആ കുട്ടിക്ക് ക്രിസ്മസിന് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സമ്മാനം നൽകുന്നത് പോലെ നല്ല സമ്മാനം നൽകുന്നു. 3 അപ്പം, അത് അർത്ഥമാക്കുന്നത് പിതാവ്, തകർക്കപ്പെട്ട രണ്ടാമത്തെ അപ്പം, ക്രൂശിന്മേൽ തകർക്കപ്പെട്ട കർത്താവ് യേശു, മൂന്നാമത്തേത് പരിശുദ്ധ ആത്മാവ്. പുളിപ്പില്ലാത്ത അപ്പത്തെക്കുറിച്ച് ഈ ദിവസം കേൾക്കുമ്പോൾ മനസ്സിലാക്കണമേ, 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവ് യേശുവിനെ കണ്ടെത്തുന്നവൻ നന്മയെ കണ്ടെത്തുന്നു. വേദപുസ്തകം പറയുന്നു, യെശയ്യാ പ്രവചനം 55:6 വായിക്കുമ്പോൾ, യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ. അവനെ കണ്ടെത്തിയോ സഹോദരങ്ങളെ? യേശുവിനെ നിന്റെ ജീവിതത്തിൽ നീ കണ്ടെത്തിയെങ്കിൽ നീ ഒരിക്കലും ശൂന്യത അനുഭവിക്കുന്നവൻ അല്ല, ദൈവത്തിന്റെ നല്ല ദാനത്തെ നീ അനുഭവിക്കുന്നവൻ അത്രേ. എഫേസ് ലേഖനം 4:7 പറയുന്നു, ഓ അതെ, അവൻ നമുക്ക് ദാനങ്ങളെ നൽകുന്നു എന്ന്. യാക്കോബ് ലേഖനം 1-ാം അധ്യായം പറയുന്നു, എല്ലാ നല്ല ദാനങ്ങളും ദൈവത്തിൽ നിന്ന് കടന്നു വരുന്നു എന്ന്. എന്താ അവൻ തരുന്ന ഏറ്റവും വലിയ ദാനം? റോമർ 6:23 നിത്യജീവൻ എന്ന ദാനം. യേശുവിനെ കണ്ടെത്തുമ്പോൾ ഒന്നാമതായി നിനക്ക് ലഭിക്കുന്നത് നിത്യജീവൻ. പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യ നരകത്തിൽ നിന്ന് മഹത്വത്തിന്റെ സ്വർഗം ലഭിക്കുന്നതായ നിത്യജീവൻ. രണ്ടാമതായി യേശുവിനെ നിനക്ക് കണ്ടെത്തുമ്പോൾ രണ്ടാമതായി നിനക്ക് ലഭിക്കുന്നതായ നല്ല ദാനം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 8 മുതൽ 11 വരെ വായിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ എന്ന ദാനം. ഈ ദിവസം ദൈവസന്നിധിയിൽ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവസന്നിധിയിൽ ദാഹിച്ചാട്ടെ. അതെ, ആ ദാനത്തിന് വേണ്ടി ആരാണ്ട് നേരത്തെ വില കൊടുത്തതുപോലെ കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിന്മേൽ വെച്ച് ഞാൻ കൃപാവരം പ്രാപിക്കേണ്ടതിന്, നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപാവരത്തിൽ നിറയപ്പെടേണ്ടതിന് യേശു നേരത്തെ തന്നെ വില കൊടുത്തു കഴിഞ്ഞു. ഏലിയാവിന്റെ പിന്നാലെ എലീശ എങ്ങനെയാണോ വിടാതെ പിന്തുടരുന്നത് പോലെ ദൈവത്തിന് കൃപയാൽ ദൈവത്തിൽ നിന്ന് നല്ല ദാനം പ്രാപിക്കേണ്ടതിന് ഈ ദിവസം വിശ്വാസത്താൽ പിന്തുടരുക. നിശ്ചയം മറക്കരുത്, ആ നല്ല ദാനത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കും. നിങ്ങളുടെ ശൂന്യതകൾ മാറും. ദൈവകൃപയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യാം. പുളിച്ച അവസ്ഥകളെ ജീവിതത്തിൽ നിന്ന് മാറ്റി, പാപത്തെ ജീവിതത്തിൽ നിന്ന് മാറ്റി ഈ ദിവസം യേശുവിനോട് പറഞ്ഞാട്ടെ, അങ്ങയിൽ നിന്നുള്ള നല്ല ദാനം എനിക്ക് പ്രാപിപ്പാൻ ആഗ്രഹമുണ്ട്. എൻ്റെ പാപത്തെ ഇവിടെ നിന്ന് ക്ഷമിക്കണമേ. എല്ലാ വ്യഭിചാരത്തെ, എല്ലാ മദ്യപാനത്തെ, സകല പാപ പ്രവൃത്തികളിൽ നിന്ന് ഇന്ന് പകൽ ഞാനിതാ പുറത്തു വരുന്നു. ദൈവത്തോട് ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചാട്ടെ. ദൈവം ഈ ദിവസം നല്ല ദാനങ്ങളാൽ ഇന്ന് തുടങ്ങി നിങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, അകൃത്യങ്ങളെ ഓർമ്മ വച്ചാൽ ആർക്കും അങ്ങയുടെ സന്നിധിയിൽ നിലനിൽപ്പാൻ കഴിയത്തില്ലല്ലോ. ഇന്ന് ഈ പ്രത്യേക സമയത്ത് യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്താൽ, യേശുവിന്റെ ആത്മാവിനാൽ നിന്റെ കുഞ്ഞുങ്ങളെ കഴുകി അവിടുന്ന് വിശുദ്ധീകരിക്കുന്നു. വിശുദ്ധനായ ദൈവത്തിന്റെ വിലയേറിയ കൃപയാൽ അവരുടെ ജീവിതത്തെ അവിടുന്ന് താങ്ങുകയും സഹായിക്കുകയും ജയ ജീവിതത്തിനായി ഓരോരോ വ്യക്തികളുടെ ജീവിതത്തെ അവിടുന്ന് ഒരുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രത്യേക സമയത്ത് ആരൊക്കെയാണോ പ്രോഗ്രാം കണ്ടത്, ജീസസ് അവരുടെ മേൽ ദൈവത്തിന്റെ കൃപയാൽ അങ്ങയുടെ വിലയേറിയ വിടുതൽ നൽകി അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും അങ്ങയുടെ എല്ലാ നല്ല ദാനങ്ങൾ കടന്നു വരട്ടെ. നിത്യജീവൻ നിന്റെ മക്കൾ പ്രാപിക്കട്ടെ. മാത്രമല്ല പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ പെയ്തിറങ്ങുന്ന മഴ പോലെ, മഞ്ഞു പോലെ ഓരോരുത്തരുടെ മേൽ ഇറങ്ങി വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിറയ്ക്കും കർത്താവേ. അന്ത്യകാലത്ത് സകല ജഡത്തിൻ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ പകരുമെന്ന് അരുൾ ചെയ്ത കർത്താവ് ഇന്ന് പകൽക്കാലം ഇപ്പോൾ വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചതുപോലെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് നിറച്ച് അവിടുന്ന് പരിപാലിക്കുകയും അങ്ങയുടെ നാമമഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നല്ല ദാനങ്ങൾക്കായി നിന്റെ മക്കളുടെ ജീവിതത്തെ ഒരുക്കിയാട്ടെ. ശക്തിയായി പ്രയോജനപ്പെടുത്തും. ഒരു ഉത്സവ അന്തരീക്ഷം അവരുടെ ജീവിതങ്ങളിൽ, ഭവനങ്ങളിൽ വെളിപ്പെടട്ടെ. ഇന്ന് പകൽ ആരെങ്കിലും രോഗികളായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ അവയെ ശാസിക്കുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. പൂർണ്ണ വിടുതനായ നന്ദി. എല്ലാ മഹത്വം അങ്ങയ്ക്ക് യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സഹോദരങ്ങളെ, മറക്കരുത്, ദൈവസന്നിധിയിൽ കാത്തിരിക്കുക. നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവത്തിലുള്ള നല്ല ദാനങ്ങൾക്കായി ഒരു ദാഹം നിങ്ങൾക്ക് കടന്നു വരുമാറാകട്ടെ. നല്ല സഭകളിൽ പോയി ദൈവത്തെ ആരാധിക്കുക, വേദപുസ്തകം വായിക്കുക, പ്രാർത്ഥിക്കുക. അതെ, ആത്മീയമായി കൂടുതൽ
അറിവാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ മടിക്കരുത്. ടോർച്ച് ഓഫ് ട്രൂത്ത്, പോസ്റ്റ് ബോക്സ് നമ്പർ 801, തിരുവനന്തപുരം 3 എന്ന അഡ്രസ്സിൽ ഞങ്ങൾ എഴുതുക. ഇല്ലെങ്കിൽ 9448300604 എന്ന മൊബൈൽ നമ്പറിലോ, അല്ലെങ്കിൽ 047127257273, അല്ലെങ്കിൽ 047127257274 എന്ന നമ്പറിലോ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതെ, പുളിപ്പില്ലാത്തവരായി ദൈവസന്നിധിയിൽ വിശുദ്ധിയിൽ നിൽക്കുവാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ നിർമ്മലതയോടുകൂടി ആയിരിക്കാൻ ഈ തലമുറയിൽ ദൈവമായ കർത്താവ് ഏവരെയും സഹായിക്കുമാറാകട്ടെ. അടുത്തയാഴ്ച പിന്നെയും വളരെ ശക്തമേറിയതായ മറ്റൊരാത്മീയ ദൂതുമായി നാം കാണുന്നത് വരെ ഉത്സവങ്ങളുടെ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് ഈ ദുഃഖം നിറഞ്ഞ ലോകത്തിൽ സന്തോഷത്തോടെ നാം ഏവരെയും പരിപാലിക്കുമാറാകട്ടെ. എല്ലാ പാർട്ട്നേഴ്സിന് നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് us all. ആമേൻ. മാറാത്ത യേശുവിന്റെ മാറ്റമില്ലാത്ത വചന സന്ദേശവുമായി ബ്രദർ സുരേഷ് ബാബു. ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവിക ദൂതുകൾ, ദൈവിക രോഗശാന്തി, ക്രിസ്തുവിൽ നിങ്ങളെ വളർത്തുന്ന ദൈവിക ആലോചനകൾ, നിങ്ങൾക്ക് വ്യക്തിപരമായ പ്രാർത്ഥനകൾ, ഈ ആരാധനായോഗങ്ങളിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ ഞായറാഴ്ചയും 3 മുതൽ 5 വരെ പോളിയോ ഹോം ഹാൾ, LMS കോമ്പൗണ്ട്, തിരുവനന്തപുരം. എല്ലാ ചൊവ്വാഴ്ചയും 5:30 മുതൽ 8:30 വരെ പഞ്ചായത്ത് അസോസിയേഷൻ ഹാൾ, വെള്ളയമ്പലം, ട്രിവാൻഡ്രം. വിശ്വാസത്തോടെ കടന്നു വരിക. യേശു നിങ്ങൾക്കായി ഒരു വലിയ അത്ഭുതം ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഈ മിനിസ്ട്രിയെ സാമ്പത്തികമായി സഹായിക്കുവാൻ താല്പര്യമുള്ളവർ ചെക്കായോ ഡ്രാഫ്റ്റായോ ഈ വിലാസത്തിൽ അയക്കുക. ഞങ്ങളുടെ വിലാസം: ടോർച്ച് ഓഫ് ട്രൂത്ത്, പോസ്റ്റ് ബോക്സ് നമ്പർ 801, ട്രിവാൻഡ്രം 3. ഫോൺ 047127257273, അല്ലെങ്കിൽ 2725274. മൊബൈൽ 9447830604. ഇമെയിൽ suresh@torchoftruthindia.org. അവനും നല്ലവൻ, അവനും മാറാത്തവൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. അവനും നല്ലവൻ, കർത്താവിൻ കർത്തനെ പുകഴ്ത്തിടാൻ. അവനും മാറാത്തവൻ, ആനന്ദത്തോടെ ആരാധിച്ചിടാൻ. കരുണ വലിയത്, നന്ദിയോടെ വണങ്ങിടാൻ. തന്റെ എന്നുമുള്ളത് ആനന്ദത്തോടെ ആരാധിച്ചിടാൻ. കരുണ വലിയത്, നന്ദിയോടെ വണങ്ങിടാൻ. തന്റെ എന്നുമുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകൻ സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകൻ സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ. തിരുഹിതം പോ ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിച്ചപ്പോ